മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യാൻ പറ്റിയ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പരിപാടി എന്താണ്? എന്നെ സംബന്ധിച്ചത് നല്ല അടിപൊളി ഫുഡ് കഴിച്ചിങ്ങനെ മഴയും കണ്ടിരിക്കുക എന്നുള്ളതാണ്. ഈ റെസ്റ്റോറൻറ്റിലൊക്കെ ഫുഡ് കഴിക്കാൻ ചെല്ലുമ്പം ഞാൻ ആദ്യം നോക്കുന്നത് അവിടെ എത്രത്തോളം ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഉണ്ടോയെന്നില്ല, അതിൻ്റെ കാട്ടിലും പ്രയോറിറ്റി കൊടുക്കല് എത്രത്തോളം വൃത്തി ഉണ്ട് എന്നുള്ളതാണ്. ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ നമ്മൾ പുറത്തേക്കൂടെയൊക്കെ നോക്കുമ്പോൾ അത്ര ഒരു വൃത്തി തോന്നില്ല. കാരണം നനഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് അങ്ങനെ വൃത്തിയാണെങ്കിലും നമുക്കതൊരു അത്ര വൃത്തി ഇല്ലാത്ത പോലെ തോന്നും. ഇപ്പം ഞാൻ ഈ സിഗ്നേച്ചർ ഹോട്ടലിൽ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഗ്ലാസ്സുകളൊക്കെ ഇങ്ങനെ തിളങ്ങുന്നുണ്ട്. അപ്പോൾ നല്ല ക്ലീനാണെന്ന് അപ്പം തന്നെ എനിക്ക് മനസ്സിലായി. അപ്പം ഞാനിങ്ങനെ അകത്തൊക്കെ മൊത്തം കണ്ടുപിടിച്ച്, അപ്പം അതിലവിടെ എഴുതിയും വെച്ചിട്ടുണ്ട് ഹൈജീനിക് ഓതൻറ്റിക് ഫുഡ്, അങ്ങനെ എന്തോ എഴുതിയും വെച്ചിട്ടുണ്ട്. പെണ്ണുകാണലിന് മെഹറൂഫിന്റെ വീട്ടുകാരിട്ടതാണ്. ഞാൻ അവിടെ അതിൻ്റെ ശേഷം നിന്ന് ഒരാഴ്ച മിക്കവാറും ദിവസമൊക്കെ ഞാൻ അവിടുന്ന് ആണ് ഉച്ചക്കും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിച്ചത്. അപ്പോൾ ഷിബുവാണ് അവിടുത്തെ ചീഫ് ഷെഫ്. ഷിബുവിനോട് ചോദിച്ചപ്പോൾ ഷിബു പറഞ്ഞാൽ അവർ ഉപയോഗിക്കുന്നത് പ്യുവർ വെളിച്ചെണ്ണയിലാണ് കുക്കിംഗ് എല്ലാം ചെയ്യുന്നത്. ഈ കുടംപുളിയാണ് പുളിക്ക് ഉപയോഗിക്കുന്നത്, നാച്ചുറൽ സാധനങ്ങളാണ്, തേങ്ങ. അപ്പോൾ എനിക്ക് അവിടുത്തെ മൊത്തത്തിലുള്ള ആംബിയൻസും ഇതൊക്കെ ഇഷ്ടപ്പെട്ട്. നല്ല അടിപൊളി ഫുഡ് വേണം, നല്ല ടേസ്റ്റി ഫുഡാണ്. മിക്കവാറും ദിവസം ഞാൻ പൊറോട്ട കഴിക്കും ചിലപ്പോൾ രാവിലെ, അല്ലെങ്കിൽ ദോശ കഴിക്കും. അതൊരിക്കൽ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ നിന്ന് തന്നെ കഴിക്കുള്ളൂ. അതുകൊണ്ട് എനിക്ക് പിന്നെ കുക്ക് ചെയ്യേണ്ട ഒരു പ്രശ്നമേ എനിക്ക് വന്നിട്ടില്ല അവിടെ നിന്ന ദിവസങ്ങളിലൊക്കെ. വൈകിട്ട് ഒരു ദിവസം കട അടച്ചതിൻ്റെ ശേഷം ഞാൻ അവിടെ പോയി. അപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടത്. ഇവിടെ ആരെങ്കിലും OCD ഉള്ള ആൾക്കാരുണ്ടോയെന്ന് വരെ എനിക്ക് തോന്നി. കാരണം രാത്രി കഴിഞ്ഞ് കട അടച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഫുൾ ക്ലീനിങ് പരിപാടികളാണ് അവിടെ. അപ്പോൾ അതുകൊണ്ട് വൃത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കണമെങ്കിൽ എല്ലാവർക്കും സിഗ്നേച്ചർ റെസ്റ്റോറൻറ്റ് നല്ലത്.